തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിലുണ്ടായ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് മുൻ MP പ്രതാപൻ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പരാതിയിൽ അടിസ്ഥാനമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചാലല്ലേ അറിയാൻ പറ്റൂ. പിന്നെ TN പ്രതാപൻ നൽകിയ പരാതി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും അതിലുണ്ടാവില്ല എന്ന് നമുക്ക് ഊഹിക്കാം. ഈ പ്രതാപൻ വാസ്തവത്തിൽ തൃശ്ശൂരിൽ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഹരിത MLA അതിലെ കില്ലാടിയായിരുന്നു പ്രതാപൻ. അങ്ങനെ കില്ലാടിയായിട്ട് നിന്നതേ ഉള്ളൂ. ഒരു തവണ ഈ KM മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉയർന്നപ്പോൾ പ്രതാപൻ മാണിയെ കുറ്റം പറഞ്ഞ് രംഗത്തെത്തിയായി. അന്ന് ഉമ്മൻചാണ്ടി വിളിച്ച് ശാസിച്ചതുണ്ടല്ലോ, പ്രതാപൻ്റെ കിളി പോയി. അന്ന് പ്രതാപൻ മുണ്ടേൽ മുള്ളിയില്ല എന്നേ ഉള്ളൂ. അതൊക്കെ പഴയ സംഭവങ്ങൾ, അതൊക്കെ എല്ലാവർക്കും അറിയാം. അന്ന് ഉമ്മൻചാണ്ടി എന്താണ് പത്രക്കാരോട് പറഞ്ഞതെന്നുള്ളത് പഴയ ക്ലിപ്പിങ്സ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. മാണി സാറിനെ കുറിച്ച് മോശമായിട്ട് പറയാൻ പ്രതാപന് അതിനുള്ള അർഹതയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഉമ്മൻചാണ്ടി പ്രതികരിച്ചായിരുന്നു. ഇവിടെ നിൽക്കട്ടെ. ഈ TN പ്രതാപൻ നമുക്കറിയാം. TN പ്രതാപൻ അല്ലേ വാസ്തവത്തിൽ രക്ഷപ്പെട്ടത്. അവിടെ കെ മുരളീധരന് പകരം 8 നിലയിൽ പൊട്ടേണ്ടത് ഇതിനേക്കാൾ വലിയ തോൽവി ഏറ്റുവാങ്ങുമായിരുന്നു പ്രതാപൻ മത്സരിച്ചിരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു കെ മുരളീധരനായതുകൊണ്ട് അതിൻ്റെ ആഘാതം കുറച്ച് കുറഞ്ഞു. 1 ലക്ഷം വോട്ടിനല്ലേ തോറ്റുള്ളൂ. ഇത് ഈ പ്രതാപനായിരുന്നെങ്കിൽ 2 ലക്ഷം വോട്ട്, എൻ്റെ ഇരട്ടി വോട്ടിന് തോറ്റേനെ. അതവിടെ നിൽക്കട്ടെ. ഈ പ്രതാപൻ മത്സരിച്ചപ്പോൾ ഏതാണ്ട് പ്രതാപന് 1 ലക്ഷത്തിനടുത്ത് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അല്ലേ. പ്രതാപനും തൊട്ട് അടുത്ത എതിർ സ്ഥാനാർത്ഥി രാജാജി മാത്യൂസും തമ്മിൽ ഏതാണ്ട് 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയത് 2,93,000 വോട്ടാണ്. പ്രതാപന് 4,21,000 വോട്ടെന്തോ കിട്ടി. മറ്റേ അയാൾക്ക് 3,00,000 വോട്ട് കിട്ടി. 1 ലക്ഷത്തിനേക്കാൾ ശകലം കൂടുതൽ എന്തോ ആണ് പ്രതാപൻ്റെ ഭൂരിപക്ഷം. ഇക്കുറി ഈ പറഞ്ഞതുപോലെ നമ്മുടെ VS സുനിൽകുമാറിന് കിട്ടിയ വോട്ട് 3,37,000 സംതിങ്ങാണ്. സുരേഷ് ഗോപിക്ക് ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 4 ലക്ഷത്തി അത്രയും വോട്ട് കിട്ടി. നമ്മുടെ കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് സുരേഷ് ഗോപിയേക്കാൾ 1 ലക്ഷം വോട്ടിന് പുറകിലാണ്. മൊത്തത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇത് നോക്കുമ്പോൾ ഏതാണ്ട് 85,000 വോട്ടാണ്. 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, സുരേഷ് ഗോപിയേക്കാൾ ഏതാണ്ട് 85,000-ലധികം വോട്ടിൻ്റെയാണ് കെ മുരളീധരൻ പുറകിലായിരിക്കുന്നത്. അപ്പോൾ ഈ കെ മുരളീധരൻ്റെ 85,000 വോട്ട് ഇവർക്ക് കിട്ടേണ്ടിയിരുന്ന പ്രതാപന് നേരത്തെ കിട്ടിയതിൽ നിന്ന് ഇപ്പോൾ കെ മുരളീധരനിലേക്ക് പോയിരിക്കുന്ന ആ കുറവുണ്ടല്ലോ, ആ കുറവ് നമ്മൾ സുരേഷ് ഗോപിയും സുനിൽകുമാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സുനിൽകുമാറിന് ഒരു 17,000 വോട്ട് കൂടിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് ഈ 293 എന്നുള്ളത് 3 ചില്ലറയും അല്ല, 4-ന് പുറത്തേക്ക് പോയി. അതായത് 1 ലക്ഷത്തി ഏതാണ്ട് 30,000-നടുത്ത് വോട്ട് സുരേഷ് ഗോപിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ കെ മുരളീധരൻ്റെ വോട്ട് എങ്ങോട്ട് പോയി? അതല്ലേ ഈ സുരേഷ് ഗോപിയിലേക്ക് പോയിരിക്കുന്നത് ഏറിയ പങ്കും. കുറച്ച് വോട്ട് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്, സുനിൽകുമാറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുരളീധരന് കിട്ടേണ്ട കോൺഗ്രസ് വോട്ട്, നിഷ്പക്ഷരായ കുറേ ആൾക്കാർ കഴിഞ്ഞ തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ ഇക്കുറി അത് BJPക്ക് ചെയ്തു. ഇതെല്ലാം കള്ളവോട്ടാണെന്നാണോ പ്രതാപൻ പറയുന്നത്? അപ്പോൾ പ്രതാപന് കിട്ടിയ ഈ വോട്ട്, ഈ ഭൂരിപക്ഷം 1 ലക്ഷത്തി ചില്ലാനം ഭൂരിപക്ഷം കള്ളവോട്ടായിരുന്നു. എന്താണ് ഈ പ്രതാപൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ വെറുതെ ഈ പുകമറ സൃഷ്ടിച്ച് സുരേഷ് ഗോപിയുടെ വിജയത്തെ ഇകഴ്ത്തി കാണിക്കുക, ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, ഇതൊക്കെയാണ്. ആ കാലമൊക്കെ പോയി എന്ന് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. സോഷ്യൽ മീഡിയ എത്ര ശക്തമാണ്. ഈ കണക്കുകളെല്ലാം ഇന്ന് കുറച്ച് ബോധമുള്ള ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ആൾക്കാർ ഒരുപാട് പേര് എഴുതിയിടുന്നുണ്ട്. ഒരു പാർട്ടിയിലും പെടാത്ത ആൾക്കാർ, പാർട്ടിക്കാർ ഒക്കെ എഴുതിയിടുന്നുണ്ട്. അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കാനും കരിവാരി തേക്കാനുമുള്ള ഒരു പരിശ്രമം
ഒരു വിഫല ശ്രമമാണ് ടി എൻ പ്രതാപൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിലൊന്നുമില്ല. ഫലത്തിൽ ടി എൻ പ്രതാപൻ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന തോൽവി കെ മുരളീധരൻ ഏറ്റുവാങ്ങി. പക്ഷെ അതിൻ്റെ ആഘാതം കുറച്ചു. അതാണ് ഈ മുരളീധരൻ തൃശ്ശൂരേക്ക് വന്ന ഉടനെ പ്രതാപൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. വിയർപ്പ് തുടയ്ക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു, അല്ലേ? അത് സത്യം പറഞ്ഞാൽ മുൻകൂർ നന്ദി പറച്ചിലാണ്. വെച്ചാൽ ഒരു വലിയ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചല്ലോ എന്നാണ്. ഇല്ലായിരുന്നെങ്കിൽ ടി എൻ പ്രതാപനായിരുന്നു ഈ വലിയ ടി എൻ പ്രതാപനാണ് മത്സരിച്ചിരുന്നെങ്കിൽ അത് കനത്ത തോൽവിയിലേക്ക് പോയേനെ. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ കർണാടകയിൽ ഒരു വെടി പൊട്ടിച്ചു, ഉണ്ടയില്ല വെടി. ആ വെടി കൊണ്ടത് കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ്. ഒരു മന്ത്രിക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നു. ആ മന്ത്രിയുള്ള സത്യം പറഞ്ഞു, ഇത് നമ്മുടെ ഭരണകാലത്ത് നടന്നതാണ്, ഇത് നമ്മുടെ പിടിപ്പുകേടാണ്, നമ്മുടെ കുറ്റമാണ്. ഈ ഇങ്ങനെ വോട്ട് ഇരട്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ള വോട്ട് ചേർത്തെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ്, നമ്മളാണ് അതിന് മറുപടി പറയേണ്ടത് എന്നാ മന്ത്രിയുള്ള സത്യം പറഞ്ഞു. അദ്ദേഹത്തിന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു, അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ പുറത്താക്കുമായിരിക്കാം. അതുപോലെ അവിടെ രാഹുൽ ഗാന്ധി ഒരു ഉണ്ടയില്ല വെടിവെച്ചുവെങ്കിൽ ഞാൻ ഇവിടെ 2 ഉണ്ടയില്ല വെടിവെക്കും. ഈ ടി എൻ പ്രതാപൻ നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റിലും മറ്റുമൊക്കെ സംസാരിക്കാൻ കിടന്ന് പെടുന്ന പാട്, ഇംഗ്ലീഷ് നോക്കി വായിക്കാൻ തന്നെ പ്രതാപൻ പെടുന്ന പാട് നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ മുഴുവനും കണ്ടതാണ്. ആ പ്രതാപൻ ഗീർവാണം അടിക്കുകയാണ്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിച്ചത് ഒരേ ഒരു MP ഞാനാണ് എന്ന്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി എവിടെ പോയിരുന്നു, ഇയാളുടെ നേതാവ്? എന്നിട്ട് അതിൻ്റെ കൂടെ മറ്റൊരു ഗീർവാണം കൂടെ അടിക്കുകയാണ്. എന്നോട് ഡൽഹിയിൽ പലരും പറഞ്ഞു, നിങ്ങൾ വളരെ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ ഈ അമിത്ഷായുടെ ഒന്നും മുഖത്ത് നോക്കി അങ്ങനെ വിരൽ ചൂണ്ടി ഒന്നും സംസാരിക്കരുത്, വളരെ സൂക്ഷിക്കണം. ഈ അമിത്ഷായ്ക്കൊന്നും ഇങ്ങനൊരു സാധനം ഉണ്ടോ എന്ന് പോലും അറിഞ്ഞൂടാ. അവർക്ക് അവരുടെ പാർട്ടിയിൽപ്പെട്ട MP-മാരെ തന്നെ എല്ലാവരെയും എപ്പോഴും പരിഗണിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള സമയം കിട്ടുന്നില്ല. അവരുടെ മുന്നിൽ ചെന്ന് പ്രതാപൻ ഈ ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് ഈ വീരസ്യം മുഴക്കാൻ അല്ലാതെ മറ്റെന്തിന് കൊള്ളാം? അവിടെ 5 കൊല്ലം MP ആയിരുന്നിട്ട് തൃശ്ശൂരിൽ എന്താണ് ടി എൻ പ്രതാപൻ ചെയ്തത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ, കേൾക്കാനെങ്കിലും ഒരാഗ്രഹമുണ്ട്, ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഈ സുരേഷ് ഗോപി 5 കൊല്ലം നോമിനേറ്റഡ് MP ആയിരുന്നു. ആ MP ആയിരുന്ന സുരേഷ് ഗോപി എന്തൊക്കെ തൃശ്ശൂരിന് വേണ്ടി ചെയ്തു, എത്ര രൂപ ചെലവഴിച്ചു? തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജില്ലകൾക്കും വേണ്ടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു. കിട്ടിയ MP ഫണ്ട് എല്ലാം വിനിയോഗിച്ചു. ഈ പ്രതാപൻ MP ഫണ്ട് എവിടെ വിനിയോഗിച്ചു? ഒരു വെയിറ്റിംഗ് ഷെഡ്, ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രമെന്ന് കാണിച്ചു തരാനുണ്ടോ എൻ്റെ പൊന്നു പ്രതാപ? അതുപോലെ ഈ പറഞ്ഞതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ തൃശ്ശൂരിൻ്റെ മണ്ഡലത്തിന് വേണ്ടി, തൃശ്ശൂർ മണ്ഡലത്തിന് വേണ്ടി അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തു എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെ ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ പരമാവധി സുരേഷ് ഗോപിയെ, കാരണം കേരളത്തിൽ എവിടെയെങ്കിലും BJP ജയിച്ചു പോയാൽ പിന്നെ കഴിഞ്ഞു. അത് കോൺഗ്രസിനും CPM-നും സഹിക്കാൻ പറ്റില്ല. കാരണം ഇവർ കാലങ്ങളായിട്ട് പരസ്പരം പങ്കുവച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. ആ ധാരണ പൊളിഞ്ഞ് അവിടേക്ക് BJP കടന്നു കയറുന്നു എന്ന് പറഞ്ഞാൽ അത് സുനിൽകുമാറിനും സഹിക്കില്ല, ടി എൻ പ്രതാപനും സഹിക്കില്ല, കെ മുരളീധരനും സഹിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയം ചെന്നെത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഒരു പരാതി കിട്ടിയ പോലീസിനെ സംബന്ധിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പറഞ്ഞതുപോലെ വ്യാജ വോട്ടർമാർ ഉണ്ട്, പിന്നെ വോട്ട് ഇരട്ടിപ്പ് സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് നടപടിയെടുക്കേണ്ടത് സുരേഷ് ഗോപിക്കെതിരെ അല്ല, അതിന് വകുപ്പില്ല. സുരേഷ് ഗോപി അല്ല വോട്ട് ചേർത്തതും ഇവർക്ക് വോട്ടവകാശം കൊടുത്തതും. അതിന് BLO-മാരുണ്ട്. അവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വലിയ സംവിധാനം തന്നെ പ്രവർത്തിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥർക്കെതിരെ വേണം കേസെടുക്കാൻ, പ്രതാപൻ അവർക്കെതിരെ വേണം പരാതി കൊടുക്കാൻ. അല്ലാതെ സുരേഷ് ഗോപി അവിടെ വന്നു, സുരേഷ് ഗോപിയും BJP-യും പുതിയ ആൾക്കാരെ പരമാവധി വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാനുള്ളവരെ പരമാവധി ചേർത്തിട്ടുണ്ടാകും. അതിനകത്ത് എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കടക്കം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇപ്പോൾ വന്നിട്ട് അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം എന്നല്ലാതെ നിങ്ങൾക്കതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ സുരേഷ് ഗോപിക്കുള്ളൊരു വലിയ ആനുകൂല്യം, അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നവർ മുഴുവനും ചീറ്റിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടു.
ഒരു സ്ത്രീ അവരെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ തന്നെ പരാതി കൊടുത്തു. അത് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഈ ഗിമ്മിക്കുകളൊന്നും ജനങ്ങളുടെ മുന്നിൽ വിലപ്പോവില്ല. സത്യസന്ധമായിട്ടും രേഖകളുടെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ കണ്ടെത്തി അത് ബോധ്യപ്പെടുത്തിയാൽ അത് ജനങ്ങൾ സ്വീകരിക്കും. അല്ലാതെ ഈ ഉണ്ടയില്ല വെടി നിങ്ങളുടെ നേതാവ് പൊട്ടിക്കുന്നത് പോലെ നിങ്ങളും പൊട്ടിക്കാൻ തുടങ്ങിയാൽ ഒരു രക്ഷയുമില്ല എൻ്റെ പൊന്നു പ്രതാപ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.